പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. യേശുക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഇന്ന് പെന്തിക്കോസ്തി പെരുന്നാളിൻ്റെ വലിയ ഒരു ഒരുക്കത്തിലേക്ക് കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലെല്ലാം നമ്മുടെ ഹൃദയങ്ങൾ സമ്പൂർണമായും പരിശുദ്ധാത്മ ദൈവകൃപയ്ക്കായി ഒരുങ്ങുന്ന ഈ അവസരത്തിൽ ഇന്നത്തെ ദിവസം നമുക്ക് ചിന്തിക്കാൻ സ്വർഗം നൽകിയിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് വിശുദ്ധ പൗരോഹിത്യവും പരിശുദ്ധാത്മാവും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, എല്ലാ കാലത്തും ദൈവജനത്തെ കൃപയുടെ ലോകത്തേക്ക് നിത്യജീവനിലേക്ക് വിമോചിപ്പിച്ചത് തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ ദൈവകൃപയിലൂടെയുമാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും, അടിമത്തത്തിൽ ആണ്ട് കിടന്ന ജനത്തെ ശരിക്കും സ്വർഗത്തിൻ്റെ കൃപയിലേക്ക് ഉയർത്താൻ, വാഗ്ദത്ത നാട്ടിലേക്ക് ഉയർത്താൻ ദൈവം തിരഞ്ഞെടുത്തത് ഇടയനായ മോശയെയും പുരോഹിതനായ അഹറോനെയുമാണ്. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 25-ാമത്തെ വചനം, കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് മോശയോട് സംസാരിച്ചു. അവിടുന്ന് മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൽ ഒരു ഭാഗം 70 നേതാക്കന്മാരുടെ മേൽ പകർന്നു. അപ്പോൾ അവർ പ്രവചിച്ചു. അപ്പോൾ പിതാവായ ദൈവം സംസാരിച്ചത് താൻ തിരഞ്ഞെടുത്ത മോശയോടാണ്, ഇടയനോടാണ് പിതാവായ ദൈവം സംസാരിക്കുന്നത്. എന്നിട്ട് തിരുവചനത്തിൽ കാണുകയാണ്, ആ തിരഞ്ഞെടുത്തവനോട് സംസാരിച്ചിട്ട് അവൻ്റെ മേലുള്ള ചൈതന്യം തിരഞ്ഞെടുത്ത 70 നേതാക്കന്മാരുടെ മേൽ പകരുകയാണ്. എന്നിട്ട് അവരോട് പറയാണ്, അടുത്ത ജനത്തെ ദൈവകൃപയിലേക്ക് ഉയർത്താൻ വേണ്ടി. എന്നാൽ നമ്മളിവിടെ കാണുന്ന ഒരു വിരോധാഭാസം, സംഖ്യയുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യർ ചെറിയ ശുശ്രൂഷകളെല്ലാം ചെയ്യാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏത് വ്യക്തിയുടെ മേൽ നിന്നാണോ തൻ്റെ മേൽ ചൈതന്യം പകർന്നത്, ആ ദൈവകൃപയോടവർ മറുതലിക്കാൻ തുടങ്ങി. എന്നിട്ട് അവർ പറഞ്ഞു, ദൈവം സംസാരിച്ചത് മോശയോടും അഹറോനോടും മാത്രമാണോ? നമ്മളോട് സംസാരിച്ചിട്ടില്ലേ? നമ്മളിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലേ? സത്യത്തിൽ അവർ ലഭിച്ച ചൈതന്യത്തോട് മറുതലിക്കാൻ തുടങ്ങി. അവിടെ കാണുന്നത് ഭൂമി പിളർന്നു. ദാത്താനും അബീറാമും എല്ലാം ഭൂമി പിളർന്നവർ താന്നു പോവുകയാണ്. 250ഓളം വ്യക്തികൾ ഒറ്റ ദിവസം കൊണ്ട് മരണപ്പെടുകയാണ്. വീണ്ടും അവിടെ നമ്മൾ കാണുകയാണ്, ഈ കോപമെല്ലാം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ സംഖ്യയുടെ പുസ്തകം 16-ാം അധ്യായം 47 തൊട്ടുള്ള വചനത്തിൽ നമ്മൾ കാണുക, മോശ പറഞ്ഞതുപോലെ അഹറോൻ ധൂപകലശമെടുത്ത് ജനത്തിൻ്റെ നടുവിലേക്ക് ഓടി. ജനത്തെ മഹാമാരി ബാധിച്ചു കഴിഞ്ഞിരുന്നു. അവൻ ധൂപാർച്ചന നടത്തി ജനത്തിനു വേണ്ടി പാപപരിഹാരം ചെയ്തു. അവൻ മരിച്ചു വീണവരുടെയും ജീവനോടിരുന്നവരുടെയും നടുവിൽ നിന്നും മഹാമാരി നിലച്ചു. കോറഹിൻ്റെ ധിക്കാരം കൊണ്ട് മരിച്ചവർക്ക് പുറമെ 14,700 പേർ മഹാമാരിയിൽ മരണമടഞ്ഞു. മഹാമാരി അവസാനിച്ചപ്പോൾ അഹറോൻ സമാഗമ കൂടാരവാതുക്കൽ മോശയുടെ സമീപം തിരിച്ചെത്തി. ശരിക്കും പഴയ നിയമകാലത്തെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ശക്തമായിട്ട് മോശയിലൂടെയും മോശയിൽ നിന്ന് അഹറോനിലൂടെയും എല്ലാം വ്യാപിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കണം, പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഗബ്രിയേൽ മാലാഖയിലൂടെ ഉള്ള അഭിവാദനം പരിശുദ്ധ കന്യകമറിയാമിന് ലഭിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് ഈ ഭൂമിയിൽ ജന്മം കൊണ്ട ക്രിസ്തു, ആ ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ കാണുന്നത് ജോർദാൻ നദിയിൽ വെച്ച് യോഹന്നാൻ സ്നാപകനിൽ നിന്ന് ഒരു സ്നാനം സ്വീകരിക്കുക. ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്നാനം അവിടെ നമ്മൾ കാണുന്നു. സ്വർഗം തുറക്കപ്പെടുന്നു, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ കടന്നു വരുന്നു. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു,
ഇവൻ്റെ വാക്ക് നിങ്ങൾ ശ്രവിക്കുവിൻ എന്ന് പറയുന്നു. ശരിക്കും ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നു. ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ എന്നാരംഭിച്ചോ അന്ന് യോഹന്നാൻ അവിടം കൊണ്ട് തൻ്റെ ശുശ്രൂഷ ജീവിതമെല്ലാം അവസാനിപ്പിച്ച് ശിഷ്യന്മാരെയെല്ലാം ക്രിസ്തുവിൻ്റെ കൂടെ തിരിച്ച് പറഞ്ഞയക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകളെല്ലാം ആരംഭിച്ചു. ക്രിസ്തു തൻ്റെ ശുശ്രൂഷയുടെ എല്ലാ തലങ്ങളും കടന്നുപോയി കഴിഞ്ഞപ്പോഴാണ് ആ കാലഘട്ടത്തിൽ ക്രിസ്തു 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. 12 പേർക്ക് നമുക്ക് ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1 തൊട്ടുള്ള വചനത്തിൽ എല്ലാ അധികാരവും പകർന്നു കൊടുക്കുകയാണ്. രോഗികളെ സുഖപ്പെടുത്താൻ, പിശാചിനെ ബഹിഷ്കരിക്കാൻ, സുവിശേഷം പ്രസംഗിക്കാൻ എല്ലാ അധികാരവും കൊടുക്കുകയാണ്. എന്നാൽ നമ്മൾ കാണുകയാണ് തൻ്റെ 3-3.5 വർഷത്തെ ജീവിതത്തിനിടയിലെ എല്ലാ അധികാരങ്ങളും കൈമാറിയിട്ടും മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19 തൊട്ട് 21 വചനം, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവൻ അവരുടെ മേൽ ഊതി നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവയവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവയവരോട് ബന്ധിക്കപ്പെട്ടിരിക്കും. പിന്നീട് നമ്മൾ കാണുകയാണ് ശിഷ്യന്മാർ ചെയ്ത കാര്യം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിലേക്കൊക്കെ നമ്മൾ കാണുമ്പോൾ 8-ാമത്തെ വചനത്തിൽ ക്രിസ്തു അവരോട് കൂടെ നടന്ന് അവരെ പഠിപ്പിക്കുക. പിന്നീടുള്ള 40 ദിവസം സ്വർഗാരോഹണ ദിവസങ്ങളിലെല്ലാം പഠിപ്പിച്ചു. എന്തിൽ 1-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എപ്പോൾ നിങ്ങളുടെ മേൽ വന്നു കഴിയും അപ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോൾ അപ്പോസ്തലന്മാർ എന്ത് ചെയ്യുകയാണ്? അവർ അപ്പോസ്തലപ്പെടുന്ന 1-ാം അധ്യായം 14 തൊട്ടുള്ള വചനത്തെ നമ്മൾ കാണുക. അവർ ഏകമനസ്സോടെ, ഒറ്റ മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടുമെല്ലാം പ്രാർത്ഥനയിൽ മുഴുകി. വീണ്ടും നമ്മൾ കാണുകയോ അപ്പോസ്തലപ്പെടുന്ന 2-ാം അധ്യായം പെന്തക്കോസ്ത ദിനം സമാഗതമായപ്പോൾ കൊടുങ്കാറ്റടിക്കുന്നത് പോലൊരു ശബ്ദം. ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എല്ലാവരിലും ഉജ്ജ്വലിക്കാൻ തുടങ്ങി, എല്ലാവരിലും നിറയാൻ തുടങ്ങി. അപ്പോസ്തലന്മാരുടെ ഭാഷകൾ തന്നെ ഒന്നായിത്തീർന്നു. അവർ സംസാരിക്കുന്ന ഭാഷ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യനും തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലായി മാറി. അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി, അടയാളങ്ങൾ നടക്കാൻ തുടങ്ങി. വീണ്ടും നമ്മൾ കാണുകയാണ് ശരിക്കും സുന്ദര കവാടത്തിങ്കൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ്റെ ഒരിക്കൽ വന്ന് പത്രോസ് പറഞ്ഞ കാര്യമിതാ, പൊന്നെൻ്റെ കയ്യിലില്ല, വെള്ളി എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. നസ്രാനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിച്ച് കഴിഞ്ഞപ്പോൾ പത്രോസ് അപ്പോസ്തലന് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളെല്ലാം പ്രവർത്തിക്കാൻ തുടങ്ങി. പത്രോസിനെ നിഴലടിക്കുമ്പം രോഗി സുഖപ്പെടാൻ തുടങ്ങി. വീണ്ടും പ്രിയപ്പെട്ടവരെ, ശരിക്കും പത്രോസ് അപ്പോസ്തലനും മറ്റ് അപ്പോസ്തലന്മാരെല്ലാം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് കടന്നുപോയി. പോയ വഴികളിലെല്ലാം അവർ യോഗ്യരെന്ന് സ്വർഗം പറഞ്ഞുകൊടുത്തവരെ, അതായത് ഹെബ്രായ ലേഖനം 5-ാം അധ്യായം 1 തൊട്ടുള്ള വചനത്തിൽ നമ്മൾ കാണുന്നത് പോലെ ദൈവത്താൽ വിളിക്കപ്പെട്ട ഓരോ മനുഷ്യൻ്റെ മേലും അവർ പൗരോഹിത്യ അധികാരം പകർന്നു കൊടുത്തു. ആ അധികാരം പകർന്നു കൊടുത്തു കഴിഞ്ഞ് ഓരോ പുരോഹിതനും തൻ്റെ ശുശ്രൂഷ മണ്ഡലത്തിൻ്റെ ആരംഭത്തിൽ ചെയ്തു തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശരിക്കും യോഹന്നാൻ സ്നാപകനിൽ നിന്ന് ജോർദാൻ നദിയിൽ വെച്ച് ഒരു സ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ലോകം സമ്പൂർണ്ണമായി ക്രിസ്തുവിൻ്റെ മേൽ തുറക്കപ്പെട്ടതുപോലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് സ്വർഗം പരിശുദ്ധാത്മാവിനെ നിക്ഷേപിക്കാൻ, പരിശുദ്ധാത്മാവിനെ പകരാൻ സ്വർഗം ഈ ഭൂമിയിൽ സ്ഥാപിച്ച ഏറ്റവും വലിയ ദൈവകൃപയാണ് പരിശുദ്ധ മാമോദീസ എന്ന
പ്രവേശന കൂദാശ. ആ പ്രവേശന കൂദാശയിൽ നമ്മൾ കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന ഇതാണ്. പരിശുദ്ധ മാമോദീസായുടെ സമയത്ത് ജീവഗ്രന്ഥത്തിൽ ഒരു വിശുദ്ധൻ്റെ നാമത്തിൽ ഒരു കുഞ്ഞിനെ മാമോദീസ മുക്കി പേരെഴുതിയ ശേഷം നടത്തുന്ന പ്രാർത്ഥന ഇതാണ്: നിൻ്റെ ഏകപുത്രൻ വിശുദ്ധ ശിഷ്യന്മാരിൽ ഊതിയതായ ദൈവീക ശ്വാസം ഇവൾക്ക് നൽകണമേ. പരിശുദ്ധാത്മ സ്വീകരണത്തിന് ഒരുക്കിക്കൊണ്ട് വിഗ്രഹാരാധനയുടെ സകല അവശിഷ്ടങ്ങളെയും ഇവരുടെ മനസ്സിൽ നിന്ന് ദൂരീകരിക്കണമേ. വീണ്ടും ജനന സ്നാനത്തിന് യോഗ്യനാക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹ എന്ന നിൻ്റെ ഏകപുത്രൻ മുഖാന്തരം പാപമോചനത്തിന് ഇവരെ അർഹരാക്കണമേ. നിൻ്റെ ഏകജാതനും നിൻ്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും യോഗ്യമാകുന്നു. ആമേൻ. ശരിക്കും പ്രിയപ്പെട്ടവരെ, മോശയുടെ ചൈതന്യത്തിൽ നിന്ന് ഒരംശം ജനത്തിൻ്റെ മേൽ പകർന്നു. വീണ്ടും ക്രിസ്തുവിൻ്റെ നിശ്വാസത്തിലൂടെ അപ്പോസ്തോലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ലോകം തുറക്കപ്പെടുകയാണ്. വീണ്ടും ഒരു അപ്പോസ്തോലനിൽ നിന്ന് അപ്പോസ്തോലിക സഭയിൽ പൗരോഹിത്യ നൽവരം സ്വീകരിച്ച ഒരു പുരോഹിതൻ്റെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിൻ്റെ ലോകം ജനത്തിൻ്റെ മേൽ തുറക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും മനസ്സിലാക്കണം, ഈ പെന്തക്കോസ്തി പെരുന്നാളിന് ഒരുങ്ങുമ്പോൾ ഈ ഭൂമിയിൽ എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഉജ്ജ്വലനം എന്ന് പറയുന്നത് സ്വർഗം ആദ്യ നൂറ്റാണ്ട് മുതൽ വർഷിച്ച ദൈവകൃപയായ പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അനേക നാളുകളായി നമ്മൾ പെന്തക്കോസ്തി പെരുന്നാളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പെന്തക്കോസ്തി പെരുന്നാളിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. പെന്തക്കോസ്തി ശുശ്രൂഷയിൽ നമ്മൾ പോയി മുട്ടുകുത്തുന്നുണ്ട്. പക്ഷെ പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ലോകം ഉജ്ജ്വലിക്കാത്തത് തനിക്ക് ഇത് ലഭിക്കുന്ന സ്രോതസ്സ്, തനിക്കിതെങ്ങനെ ഉജ്ജ്വലിക്കുന്നു, ഇതാരിലൂടെ ഉജ്ജ്വലിക്കുന്നു, സ്വർഗം ഇതെങ്ങനെ പകരുന്നു എന്നുള്ളൊരു തലം പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ഓർക്കണം, സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം 1-ാമത്തെ വചനം: ജ്ഞാനം തൻ്റെ ഭവനം പണിയുകയും 7 തൂണുകൾ നാട്ടുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ആ 7 തൂണുകൾ എന്ന് പറയുന്നത് 7 കൂദാശകളാണ്. ആ 7 കൂദാശയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശയാണ് പരിശുദ്ധ പൗരോഹിത്യം. പരിശുദ്ധ കുർബാനയെ കൂദാശകളുടെ രാജ്ഞി എന്ന് വിളിക്കാമെങ്കിൽ പരിശുദ്ധ പൗരോഹിത്യത്തെ കൂദാശകളുടെ രാജാവെന്ന് വിളിക്കാൻ പ്രിയപ്പെട്ടവർ. പൗരോഹിത്യം ഇല്ലെങ്കിൽ ഈ കൂദാശ ചെയ്യാൻ ഈ ഭൂമിയിൽ മറ്റൊരാൾക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഓർക്കണം, പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി അത് സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ മോശയുടെ മേൽ നിന്നുള്ള ചൈതന്യത്തിൽ നിന്ന് ഒരംശം പകർന്നു കിട്ടിയ മനുഷ്യൻ മോശയെ എതിർത്ത് കഴിഞ്ഞപ്പോൾ അവൻ്റെ ദിശകളെല്ലാം മാറിപ്പോയി. ഞാനിവിടെ പറയുന്നത് വ്യക്തിയെയല്ല, കൃപയുടെ ലോകത്തെക്കുറിച്ചാണ് പറയുന്നത്. വ്യക്തിക്ക് കുറവുണ്ടാകാം. മോശയുടെ ജീവിതത്തിൽ മോശയ്ക്ക് കുറവുണ്ടായിരുന്നു, അഹറോന് കുറവുണ്ടായിരുന്നു അവരുടെ വ്യക്തി ജീവിതത്തിൽ. പക്ഷേ അവരുടെ മേൽ വർഷിച്ച ചൈതന്യത്തിനോ അത് പകർന്ന ദൈവത്തിനോ യാതൊരു കുറവുമുണ്ടായിരുന്നില്ല. മോശയെ എതിർത്തിട്ടും മോശ അഹറോൻ വഴി ധൂപാർപ്പണം നടത്തുമ്പോൾ മഹാമാരിയെല്ലാം അവിടെ നിലയ്ക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഓർക്കണം, നമ്മളിന്ന് ഈ ഒരു ദൈവ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മെ മാമോദിസ മുക്കിയ, നമ്മെ കൂദാശകളിലൂടെ വളർത്തിയ, നമുക്ക് വേണ്ടി കൂദാശ പരികർമ്മം ചെയ്യുന്ന ഈ പൗരോഹിത്യ കൃപയെ നാം സ്വീകരിക്കണം. വ്യക്തിയെ സ്വീകരിക്കുക എന്നതിലുപരി പൗരോഹിത്യ കൃപ, ഇത് പരിശുദ്ധാത്മാവിൻ്റെ ലോകം എനിക്ക് പകർന്നു തരാൻ വേണ്ടി സ്വർഗം നിയമിച്ചിരിക്കുന്ന ഒന്നാണ്. ഈ കരങ്ങളിലൂടെയാണ് എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ലോകം തുറക്കപ്പെടുന്നത് എന്നുള്ളൊരു ബോധ്യം മാംസമായി എന്നിലും നിങ്ങളിലും നിറയാൻ തുടങ്ങിയാൽ സംഭവിക്കുന്നത്, ഈ പെന്തക്കോസ്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ലോകം സമ്പൂർണ്ണമായി നമുക്ക് തുറക്കപ്പെടും. പ്രിയപ്പെട്ടവരെ,
ഒരു പ്രധാനാചാര്യൻ തനിക്ക് കൃപ പകർന്നു തന്ന മഹാപ്രധാനാചാര്യനുമായി വിധേയപ്പെടണം. ഒരു പുരോഹിതൻ തനിക്ക് പൗരോഹിത്യ കൃപ നൽകിയ പ്രധാനാചാര്യൻ്റെ മുമ്പിൽ സമ്പൂർണമായും വിധേയപ്പെടണം. ജനം തനിക്ക് ദൈവകൃപ പകർന്നു തരുന്ന പുരോഹിതൻ്റെ വാക്കുകൾ, പുരോഹിതൻ്റെ ദൈവകൃപകൾ, അതിനു മുമ്പിൽ സമ്പൂർണമായി എളിമപ്പെടണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രോസസ്സ് നടക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ രാജകീയ പൗരോഹിത്യ കൃപ ഉജ്ജ്വലിക്കുന്നത്. നിങ്ങൾ പെന്തക്കോസ്തി ശുശ്രൂഷയ്ക്ക് പോയി നിൽക്കുമ്പോൾ ആ ശുശ്രൂഷ നടത്തുന്ന തമ്പുരാൻ്റെ സ്ഥാനത്ത് നിന്ന് പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിച്ച് ശുശ്രൂഷ നടത്തുന്ന പൗരോഹിത്യത്തോടും പൗരോഹിത്യ ധർമ്മത്തോടും നിങ്ങൾക്ക് വിധേയത്വമില്ലെങ്കിൽ, നിങ്ങൾക്കതിനോട് അത് സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സത്യത്തിൽ ആ ദൈവകൃപ പോലും നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്തൊരു തലമാണ് പ്രിയപ്പെട്ടവർ. കോറാഹിനും കൂട്ടർക്കും പറ്റിയതുപോലെ സംഭവിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 37 തൊട്ടുള്ള വചനത്തിൽ പത്രോസിലൂടെ ദൈവകൃപ പ്രവഹിക്കാൻ തുടങ്ങിയപ്പോൾ ജനം ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യണം? ഉടനെ പത്രോസ് പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, പശ്ചാത്തപിക്കുക, എളിമപ്പെടുക. പെന്തക്കോസ്തി ഞായറാഴ്ചയിലേക്ക് ഒരുങ്ങുമ്പോൾ 10 ദിവസങ്ങളിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ ഇടവകയിലെ വികാരിക്ക് വേണ്ടി, നിങ്ങളുടെ ഡയോസിസിൻ്റെ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, നമ്മുടെ സഭയുടെ തലവനായ പരിശുദ്ധ പാത്രികസ്ബാവയ്ക്ക് വേണ്ടി എല്ലാം ആ ഒരു ദിവസം ഫുള്ളായി നമ്മൾ ഒരു നേരമെങ്കിലും ഒരു ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. അങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചേ. എവിടെയെങ്കിലും നമുക്ക് ഏതെങ്കിലും വേദനകളോ മുറിവുകളോ നൊമ്പരങ്ങളോ കിടപ്പുണ്ടെങ്കിൽ അതിനെയെല്ലാം ക്ഷമിച്ച് അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. സംഭവിക്കുന്നത് ഈ പെന്തക്കോസ്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ലോകം സമ്പൂർണമായും നമ്മുടെ മേൽ തുറക്കപ്പെടും. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം 44-ാമത്തെ വചനത്തിൽ പറയുന്ന പോലെ, പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു, വിജാതിയരുടെ മേൽമേലും പരിശുദ്ധാത്മാവ് വന്നു. നിങ്ങൾ പൗരോഹിത്യ കൃപയെ സ്വീകരിച്ചാൽ, സ്നേഹിച്ചാൽ, അതിൻ്റെ മുമ്പിൽ വിധേയപ്പെട്ടാൽ, ആ നടത്തുന്ന ശുശ്രൂഷയിൽ ആ ജനവും ആ ദേവാലയവും അതിൻ്റെ ചുറ്റുപാടും പരിസരവുമെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ലോകം തുറക്കപ്പെടുന്ന ഒന്നാകും. ഈ കാലഘട്ടത്തിൽ പിശാച് ഏറ്റവും കൂടുതൽ തകർത്തെറിഞ്ഞ് നശിപ്പിച്ച് ശരിക്കും ബ്ലോക്കാക്കി വെച്ചിരിക്കുന്ന ഒരു തലമാണ് പൗരോഹിത്യ നൽവരവുമായുള്ള ബന്ധം. ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും ഒരു പുരോഹിതന് വീഴ്ച പറ്റി എന്ന് പറഞ്ഞ് സത്യത്തിൽ ദൈവകൃപകൾക്ക് യാതൊരു ബ്ലോക്കും ഈ ഭൂമിയിലില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ പെന്തക്കോസ്തി പെരുന്നാളിൽ മറ്റെല്ലാ കാലത്തെക്കാട്ടിലും ഞാനും എൻ്റെ കുടുംബവും എൻ്റെ തലമുറയുമെല്ലാം പരിശുദ്ധാത്മാവിൽ ഉയരേണ്ടത് നമ്മുടെ എല്ലാം വലിയ ആവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ തകരുന്നു, നമ്മുടെ തലമുറകൾ തകരുന്നു, പോകുന്ന വഴികൾ പലതും അടഞ്ഞു കിടക്കുന്നു. ഓർക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ലോകം തുറന്നാൽ ബ്ലോക്കുകളെല്ലാം മാറ്റപ്പെടും. നമ്മുടെ ഭവനങ്ങളിലെല്ലാം പൗരോഹിത്യം ഉണ്ടാകട്ടെ, നമ്മുടെ തലമുറകളിൽ പൗരോഹിത്യ ദൈവകൃപകൾ ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഓർക്കണം, പെന്തക്കോസ്തി പെരുന്നാളിൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കാൻ സ്വർഗം നിയോഗിച്ചിരിക്കുന്ന അജപാലക ദൗത്യമാണ് പൗരോഹിത്യ ധർമ്മങ്ങൾ, പൗരോഹിത്യ ശുശ്രൂഷകളെല്ലാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള പുരോഹിത, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ ജനത്തിന് എല്ലാ ദൈവകൃപകളും പകർന്നു കൊടുക്കേണ്ട ഒരാളാണ് നീ എന്നുള്ള തിരിച്ചറിവ് പുരോഹിത നിൻ്റെ മേൽ ശക്തമായിട്ട് ഇപ്പോൾ തന്നെ ഉജ്ജ്വലിക്കട്ടെ. ജനമേ, പ്രിയപ്പെട്ട ജനമേ, ഈ പൗരോഹിത്യത്തിൻ്റെ തണലിൽ നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ലോകം തുറക്കപ്പെടുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചെറിയ ഈർച്ചയെങ്കിലും പൗരോഹിത്യത്തോട് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഉണ്ടെങ്കിൽ നമുക്കത് പൊറുക്കാം, ക്ഷമിക്കാം, മാപ്പ് കൊടുക്കാം, മാപ്പ് ചോദിക്കാം, അനുഗ്രഹിക്കാം, അനുഗ്രഹം മേടിക്കാം. കാരണം ഹെബ്രായ ലേഖനം
5-ാം അധ്യായം 1 തൊട്ടുള്ള വചനത്തിൽ പറയുന്ന പോലെ അഹറോനെപ്പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും ഈ ബഹുമതി സ്വയം ഏറ്റിട്ടില്ല. ദൈവം വിളിച്ചവർ, ദൈവത്തിൻ്റെ വാക്കുകൾ ജനത്തിന് പകർന്നു കൊടുക്കുന്നവർ, ദൈവത്തിൻ്റെ കൃപാഭിഷേകം ജനത്തിൻ്റെ മേൽ പകരേണ്ട ഒന്നാണ് പൗരോഹിത്യം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം മോർ അന്തോണിയോസ് മൊണാസ്ട്രിയുടെ ശുശ്രൂഷകൾക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മോർ അന്തോണിയോസ് മൊണാസ്ട്രി ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ഒരു ദൈവീക വരദാനമാണ്. പരിശുദ്ധ പാത്രിക്കീസ് ബാവ തിരുമനസ്സുകൊണ്ട് മൊണാസ്ട്രിയുടെ ആദ്യ ബ്ലോക്കൊക്കെ കുദാശ ചെയ്തു. ഞങ്ങൾ 4 പേരെ മൊണാസ്ട്രിയിൽ റമ്പാന്മാരായി സ്വർഗം പരിശുദ്ധ പിതാവിൻ്റെ കരങ്ങളിലൂടെ ആക്കി. ഇന്ന് നമ്മൾ തിരുവഞ്ചൂരിന് അടുത്തുള്ള സ്ഥലത്ത്, ദൈവം നൽകിയ സ്ഥലത്ത് അവിടെ താമസിച്ച് തൂത്തുട്ടി ധ്യാന കേന്ദ്രത്തോട് ചേർന്ന് എല്ലാ ശുശ്രൂഷകളും ചെയ്തു വരിക. ഞാൻ ഈ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ തന്നെ മോർ അന്തോണിയോസ് മൊണാസ്ട്രിയുടെ ശുശ്രൂഷ ഒന്ന്, തലമുറകളെ പടുത്തുയർത്തുക, പുരാതന തലമുറകളെ ദൈവകൃപയിലാക്കുക. ഈ 2 വലിയ ദൗത്യങ്ങളാണ് മോർ അന്തോണിയോസ് മൊണാസ്ട്രിക്കുള്ളത്. ഇപ്പോൾ നമ്മുടെ അവിടെ ഹാദേസ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക. 12 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ. ഹാദേസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഒരു പുതിയ റിന്യൂവൽ, ഒരു പുതിയ തുടക്കം. നമുക്കറിയാം, ടീനേജിൻ്റെ ആരംഭവും ടീനേജ് കഴിയുന്ന സ്ഥലവുമാണ് കുട്ടികൾ തകർന്നടിയുന്നത്. ഈ സമയത്ത് നമ്മൾ ഇപ്പോൾ 40ഓളം കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ വർഷം തൊട്ട് ആരംഭിച്ച ഒരു ശുശ്രൂഷ, ഈ വർഷം 40ഓളം പ്രത്യേകം തിരഞ്ഞെടുത്ത കുഞ്ഞുങ്ങളെ അവരെ ട്രെയിൻ ചെയ്യിക്കുക. നമ്മുടെ വിശ്വാസം, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ കർത്താവ് സംസാരിച്ച ഭാഷ, എല്ലാ വിശ്വാസ പ്രമാണങ്ങൾ, സഭയുടെ ദൈവകൃപകളെല്ലാം 10 ദിവസം പഠിപ്പിച്ച് അതങ്ങനെ ആ ശുശ്രൂഷ ചെയ്യുന്നു. ഉദ്ദേശിക്കുന്നത് പുതിയ തലമുറയ്ക്ക് പുതിയ നമ്മുടെ എല്ലാ പാരമ്പര്യ വിശ്വാസ കൃപകളും പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 65-70 വയസ്സായ വല്യപ്പനും വല്യമ്മയും ഒക്കെ മക്കൾ പലരും ലോകത്തിൻ്റെ നാനാ സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു. പലരും വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. അവർക്ക് അവരുടെ ജീവിത സായാഹ്നങ്ങളിൽ സ്വാതന്ത്ര്യമേകാൻ നമ്മൾ ഒരു റിട്ടയർമെൻറ്റ് ഹോമിൻ്റെ ഒരു പ്ലാനുകളും ചെയ്തുകൊണ്ടിരിക്കുക. അതിനുവേണ്ടിയെല്ലാം പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നമ്മളൊരു 7 ഏക്കർ 6.5 ഏക്കർ സ്ഥലം വാങ്ങി അവിടെ ഇവാഞ്ചലൈസേഷൻ, പുതിയ തലമുറകളിലേക്ക് ദൈവകൃപയെ പകർന്നു കൊടുക്കാനുള്ള ശുശ്രൂഷ, അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ചെറിയ പ്രാർത്ഥനകളിലെല്ലാം ഈ മോർ അന്തോണിയോസ് മൊണാസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അന്തോണിയോസ് മൊണാസ്ട്രിയെ സഹായിക്കണം. ഓരോ റമ്പാന്മാർക്ക് വേണ്ടിയും മെത്രാപ്പൊലിത്തന്മാർക്ക് വേണ്ടിയും പുരോഹിതർക്ക് വേണ്ടിയും എല്ലാം പ്രാർത്ഥിക്കണം. തിരുവഞ്ചൂർ വഴി കടന്നു പോകുമ്പോൾ ഏറ്റുമാനൂരിൽ നിന്ന് മണർകാട് പോകുന്ന വഴിക്ക് നിങ്ങൾ മൊണാസ്ട്രിയിൽ കയറി വരണം. നിങ്ങളവിടെ വന്ന് 1 മിനിറ്റ് നിന്ന് ഒരു കൗമയൊക്കെ പ്രാർത്ഥിക്കണം. കാരണം സഭയുടെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും ദൈവം തിരഞ്ഞെടുത്ത ഒരു സ്ഥലമാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പെന്തക്കോസ്തി പെരുന്നാളിൽ എൻ്റെ തമ്പുരാനെ, പരിശുദ്ധാത്മാവിൻ്റെ ലോകം തുറക്കപ്പെടുന്നത് പൗരോഹിത്യ കൃപയുടെ കരങ്ങളിലൂടെയാണെന്ന് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു. തമ്പുരാനെ, അങ്ങ് എനിക്ക് നൽകിയ പൗരോഹിത്യ നൽവരത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് പൗരോഹിത്യം പകർന്നു നൽകിയ പ്രധാനാചാര്യന്മാരെ എല്ലാം ഞാൻ ഓർക്കുന്നു. മഹാപ്രധാനാചാര്യനെ ഓർക്കുന്നു. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൂടെയുള്ള എല്ലാ പുരോഹിതരെയും ഞാൻ ഓർക്കുന്നു. ഈ സഭയിലെ ഓരോ ദൈവവിളി, ഓരോ പുരോഹിതരെയും ഞങ്ങൾ ഓർക്കുന്നു. തമ്പുരാനെ, ഈ വചനം കേൾക്കുന്ന ഓരോ ജനത്തെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലാവരുടെയും ഹൃദയങ്ങൾ ആക്ട് 16:14 തുറക്കപ്പെടട്ടെ. എല്ലാവരുടെയും മനസ്സ് ലൂക്കോസ് 24:45 തുറക്കപ്പെടട്ടെ. എഫേസസ് 1:17-19 വചനത്തിൽ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടട്ടെ. പൗരോഹിത്യ ദൈവകൃപയുടെ മുമ്പിൽ സമ്പൂർണ്ണ വിധേയത്വം പുലർത്തി ഈ പെന്തക്കോസ്തി പെരുന്നാളിൽ തങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുവാൻ എല്ലാ മക്കൾക്കും കൃപ കൊടുക്കണമേ, അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ.